ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ പുതിയ IPL സീസണിൽ അത്ര മികച്ച തുടക്കം നേടാൻ സാധിക്കാത്തൊരു ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ്. കളിച്ച 3 മത്സരങ്ങളിൽ പാർട്ട് ടൈം ക്യാപ്റ്റനായിട്ടുള്ള റിയാൻ പരാഗിന് കീഴിൽ കളിച്ച 3 മത്സരങ്ങളിൽ 2-ലും 6-6 പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ 4ാം റൗണ്ട് പോരാട്ടത്തിനിറങ്ങുന്ന രാജസ്ഥാൻ റോയൽസിന് സന്തോഷ വാർത്ത എന്നവണ്ണം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അവരുടെ ക്യാപ്റ്റൻസി റോളിലേക്ക് തിരികെ വരാൻ പോവുകയാണ്. രാവിലെ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. IPL മുമ്പേറ്റ കൈവിരലിൻ്റെ പൊട്ടലിന് മൂലം IPL ആദ്യ 3 മത്സരങ്ങളിലും ബാറ്റർ റോളിൽ മാത്രം 6-6 വേണ്ടി കളിക്കളത്തിലിറങ്ങിയ അവരുടെ സ്വന്തം ക്യാപ്റ്റൻ, അവരുടെ പെർമനൻറ്റ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അവരുടെ ക്യാപ്റ്റൻസി റോളിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. ഏപ്രിൽ 5 ശനിയാഴ്ച നടക്കുന്ന പഞ്ചാബ് കിങ്സിനെതിരായിട്ടുള്ള എവേ പോരാട്ടത്തിലായിരിക്കും സഞ്ജു വീണ്ടും 6-6 ക്യാപ്റ്റൻസി റോളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യ 3 മത്സരങ്ങളും ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചൊരു താളം തെറ്റിയ പ്രകടനം തന്നെയായിരുന്നു അവർ 6 താരങ്ങൾ കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിൽ ധ്രുവ് ജൂറലെയും ക്യാപ്റ്റൻ സഞ്ജു സാംസണെയും മാറ്റി നിർത്തിയാൽ അത്ര മികച്ച പ്രകടനം മറ്റ് ബാറ്റർമാർക്ക് നടത്താൻ സാധിച്ചില്ല. എന്നാൽ 3ാം മത്സരത്തിൽ പുതുതായി ടീമിലേക്ക് എത്തിയ നിതീഷ് റാണ അർദ്ധ സെഞ്ചുറിയോട് കൂടി ഫോമിലേക്ക് എത്തിയത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഗുണകരമായി മാറിയേക്കും. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവസാനം കളിച്ച മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജോഫ്ര ആർച്ചറും ഭേദപ്പെട്ട രീതിയിൽ തന്നെ പന്തെറിഞ്ഞത് രാജസ്ഥാൻ റോയൽസിന് ആശ്വാസമേകുന്നുണ്ടെങ്കിൽ പോലും അടുത്ത മത്സരത്തിൽ ക്യാപ്റ്റൻസി റോളിലേക്ക് സഞ്ജു എത്തുമ്പോൾ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ടീം കോമ്പിനേഷനിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും. അതെന്തൊക്കെയായിരിക്കും? സോ ആ ഒരു വീഡിയോയിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ബൗളിംഗ്, അതായത് സഞ്ജു ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ബൗളിംഗ് അവരുടെ ഏറ്റവും കരുത്തുറ്റ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ബൗളിംഗ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് ട്രെൻറ്റ് ബോൾട്ടും അതോടൊപ്പം തന്നെ ആവേശ് ഖാന തുടങ്ങിയ ബോളർമാരായിരുന്നു. ഇത്തവണ ബോൾട്ടും ആവേശം ഒന്നും 6-6 ജേഴ്സിയില്ല. പകരം ജോഫ്ര ആർച്ചറുണ്ട്, അതോടൊപ്പം തന്നെ തുഷാർ ദേശ്പാണ്ഡെ, യുവതാരങ്ങളുടെ കന മഫാക്ക, ഫസല ഫറൂഖി, ആകാശ് മാഥോൾ എന്നിവരാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട ഈ സീസണിലെ പേസർമാർ. സോ സഞ്ജു തിരികെ ക്യാപ്റ്റൻസി റോളിലേക്ക് എത്തുമ്പോൾ ന്യൂ ബോളിൽ തുഷാർ ദേശ്പാണ്ഡയെ പരീക്ഷിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ന്യൂ ബോളിൽ CSK കൂടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ന്യൂ ബോളിൽ വളരെ അപകടകാരിയായി മാറിയിരുന്നൊരു ബോളറായിരുന്നു ഇന്ത്യയുടെ വലങ്കയൻ പേസർ യുവതാരം തുഷാർ ദേശ്പാണ്ഡെ. എന്നാൽ പരാഗ് ആദ്യ 3 മത്സരങ്ങളും കാര്യമായിട്ട് പവർ പ്ലേ അല്ലെങ്കിൽ ന്യൂ ബോളിൽ തുഷാർ ദേശ്പാണ്ഡെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പകരം മധ്യ ഓവറുകളായിരുന്നു താരത്തെ കൂടുതലായും ഫോക്കസ് ചെയ്യിപ്പിച്ചത്. അതിനാൽ തന്നെ ആദ്യ 3 മത്സരങ്ങളിലും അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ 6-6 ജേഴ്സിയിലേക്ക് ആദ്യമായി എത്തിയ യുവതാരത്തിന് സാധിച്ചില്ല. സോ സഞ്ജു സാംസൺ തിരികെ എത്തുമ്പോൾ ജോഫ്ര ആർച്ചറും അതോടൊപ്പം തുഷാർ ദേശ്പാണ്ഡെയും 6-6 വേണ്ടി ആ ഒരു ബോളിംഗ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസണിൻ്റെ ഡെത്ത് ഓവറുകളിലെ വജ്രായുധമായിരുന്ന സന്ദീപ് ശർമ്മ ഇത്തവണ അദ്ദേഹം മടങ്ങി വരുമ്പോൾ വീണ്ടും ഡെത്ത് ഓവറുകളിലേക്ക്, മധ്യ ഓവറുകളിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. പിന്നീടുള്ളത് ശ്രീലങ്കൻ സ്പിന്നേഴ്സായിട്ടുള്ള മനന്തു ഹസറംഗയും മഹേഷ് തീക്ഷണയുമാണ്. ഇരുവരെയും ഒരുമിച്ച് 11-ൽ കളിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹസറംഗയെ 11-ൽ കളിപ്പിച്ചുകൊണ്ട് തീക്ഷണയെ പുറത്തെടുത്തുകൊണ്ട് പകരം ഒരു ഇന്ത്യൻ സ്പിന്നറായിട്ടുള്ള കുമാർ കാർത്തികയെ ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് അടുത്ത മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ 11-ലേക്ക് എത്തിച്ചേക്കും. അതോടൊപ്പം തന്നെ ഇതുവരെയും രാജസ്ഥാൻ റോയൽസിനോട് ഈ സീസണിൽ അരങ്ങേറ്റം കുറിക്കാത്ത യുവതാരം ആകാശ് മധ്വാളിനും ഒരു പക്ഷേ 11-ലേക്ക് സ്ഥാനം ലഭിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ഒരു അടിമുടി മാറ്റങ്ങളോടെ ആയിരിക്കും, അടിമുടി ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അഴിച്ച് പണിതുകൊണ്ട് തന്നെ ആയിരിക്കും രാജസ്ഥാൻ റോയൽസ് അടുത്ത മത്സരത്തിൽ, അത് കരുത്തരായിട്ടുള്ള പഞ്ചാബിനെയാണ് എവേ പോരാട്ടത്തിൽ 6-6 നേരിടാൻ പോകുന്നത്. ആദ്യ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട അവസാന പോരാട്ടത്തിൽ CSKക്കെതിരെ ഒരു പൊരുതി നേടിയ വിജയം, അല്ലെങ്കിൽ അവസാന നിമിഷം ഒരു 6 റൺസിൻ്റെ വിജയമായിരുന്നു 6-6 നേടിയത്. സോ ക്യാപ്റ്റൻസിൽ ഒരു അട്ടർലി ഫ്ലോപ്പായിട്ടുള്ള പ്രകടനമായിരുന്നു യുവതാരം പരാഗ് കാഴ്ചവെച്ചത്. സോ അതിനാൽ തന്നെ ക്യാപ്റ്റൻസി റോളിലേക്ക് സഞ്ജു സാംസൺ തിരികെ എത്തുമ്പോൾ തന്ത്രങ്ങളുടെ രാജാവാകുമോ രാജസ്ഥാൻ റോയൽസ്? കാത്തിരുന്നാണ് കാണാം. വമ്പൻ മാറ്റങ്ങളുടെ കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ അത് ആ ഒരു വിന്നിംഗ് കോമ്പിനേഷനിലേക്ക് രാജസ്ഥാൻ റോയൽസിനെ കൊണ്ടെത്തിക്കുമോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.